ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഞാൻ അമ്മയ്ക്ക് എന്നെ എത്രമാത്രം അറിയാം എന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഒരു Q&A ഒക്കെ പോലെ ഒരു വീഡിയോ. അപ്പം ഇതിൽ കൂടുതലും കുറച്ച് എൻ്റെ ചൈൽഡ്ഹുഡ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കാരണം ഞാൻ കുറച്ച് ദിവസമായി ക്വസ്റ്റ്യൻ ഇട്ട് വെച്ചിട്ട്, ഇവിടെ എൻ്റെ ഫോൺ ക്വസ്റ്റ്യൻ ഇട്ട് വെച്ചിട്ട് കുറച്ച് ദിവസമായി, പക്ഷേ വീഡിയോ ഇന്നാണ് എടുക്കുന്നത്. കൂടുതലും ലൈക്ക് എൻ്റെ ഒരു പാട്ടൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കാരണം ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് കിട്ടുന്നത്. എനിക്കും കൂടെ ഉത്തരം അറിയുന്ന ക്വസ്റ്റ്യൻസ് വേണമല്ലോ ചോദിക്കാൻ. അപ്പം ആലോചിച്ചപ്പോൾ എനിക്ക് കൂടുതലും കിട്ടിയത് അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണെന്നാണ് എൻ്റെ ഒരു ധാരണ. നോക്കാം. അപ്പോൾ വടിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ. കാരണം ഉത്തരം പറഞ്ഞത് തെറ്റിയാൽ നമുക്കിങ്ങനെ അടിക്കണം. അപ്പോൾ യൂഷ്വലി എനിക്കാണ് അടി കിട്ടാറ് എപ്പോഴും. അതുകൊണ്ട് തിരിച്ച് കൊടുക്കാനൊരവസരം കിട്ടിയപ്പോൾ ഞാനത് മുതലാക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കൂടുതൽ സംസാരിക്കണ്ട അല്ലേ, നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോയാലോ? പോവാ. ഓക്കെ, എത്ര മാത്രം അറിയാമെന്ന് നമുക്ക് ഇന്ന് കാണാം. ഓക്കെ ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ പാടിയ പാട്ട്. കണ്ണാൻ തുമ്പി. കറക്റ്റ്, അത് ഓർമ്മയുണ്ട്. ഞാൻ കണ്ണാൻ തുമ്പി പോരാമോ. അത് എത്ര വയസ്സിലാണ് ഞാൻ പാടിയേ? അതെനിക്ക് തോന്നുന്നത് തേർഡിലല്ലേ? എനിക്ക് ഓർമ്മയില്ല. തേർഡിലാന്ന് തോന്നുന്നു അല്ലേ. തേർഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കും. അതും ഏത് സ്റ്റേജിലാണ് ഞാൻ പാടിയേ? നമ്മളെ വീട്ടിൻ്റെ അടുത്ത് അമ്പലത്തിൽ. അമ്പലത്തിൽ മുത്തപ്പൻ്റെ മടപ്പുരയിൽ ഉത്സവം ഉണ്ടാവാറുണ്ട് എല്ലാ ജാനുവരിയിലും. അപ്പം അവിടെ അതാണ് എൻ്റെ ഒരു ഫസ്റ്റ് വലിയ സ്റ്റേജിൽ പാടുന്നത്. ഞാൻ കുറേ ആൾക്കാരുടെ മുന്നിൽ പാടിയത് കണ്ണാൻ തുമ്പി പോരാമോ. പക്ഷെ അതിൻ്റെ വീഡിയോ എനിക്കില്ല, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നെ. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഡാൻസും കളിക്കുന്നുണ്ടായിരുന്നു അന്ന്. അപ്പോൾ കുറച്ച് വെസ്റ്റേൺ ഡാൻസ് ആയതുകൊണ്ട് തന്നെ ഞാനൊരു ജീൻസും ഒരു തിളങ്ങുന്ന ടോപ്പും ഇട്ടിട്ടാണ് ആ പാട്ടും പാടിയത്. അതെനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഞാൻ ഏത് പാട്ടിൻ്റെ ഡാൻസ് കളിച്ച്? മറ്റേ ലഡ്ഡുമേ ആ പാട്ടിന് ഞാൻ ഡാൻസും കളിച്ചായിരുന്നു. അതെനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇത് ഉത്തരം ശരിയായതുകൊണ്ട് തന്നെ നമ്മൾ അടി കൊടുക്കുന്നില്ല. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ രക്ഷപ്പെട്ടു. എൻ്റെ ഫേവറേറ്റ് ജങ്ക് ഫുഡ്, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജങ്ക് ഫുഡ് ഉണ്ട്, അതേതാന്ന് പറയണം. ഏറ്റവും ഇഷ്ടപ്പെട്ടതാ? ഒരെണ്ണം. എനിക്കെല്ലാം ഇഷ്ടമാണ്, പക്ഷെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരെണ്ണുണ്ട്. പണ്ട് ഞാൻ ദുബായിലൊക്കെ പോയ കാലത്ത് എനിക്ക് ആദ്യം അത് ഇഷ്ടമല്ലായിരുന്നു. പിന്നെയാണ് അതിനോട് ഇഷ്ടം വന്ന്, പിന്നെ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഷവർമ്മ. അത് അമ്മയ്ക്ക്, എനിക്കല്ല. അതെൻ്റെ അല്ല, അത് അമ്മേൻ്റെ എന്താ ഇഷ്ടമല്ലാതിരുന്ന ഫുഡ് ഇപ്പം ഇഷ്ടപ്പെട്ട് തുടങ്ങിയ ഫുഡ്. എനിക്കതല്ല. ഉത്തരം ഒരിക്കൽ തെറ്റിച്ചു. വേണമെങ്കിൽ ഒരു ചാൻസും കൂടെ ഞാൻ തരാം. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു അമ്മക്ക് അറിയാം, അത് എല്ലാവർക്കും അറിയാലോ. അത് ഐസ്ക്രീമാ? അല്ല, ഈ ഇങ്ങനത്തെ ഷവർമ്മയൊക്കെ പോലത്തെ ഒരു സാധന. ഇത്ര സമയമൊന്നും ഞാൻ തരൂല കേട്ടോ. ബർഗർ എനിക്ക് സോറി മൈക്കിനടിച്ചു. ബർഗർ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എന്നാ ബർഗറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ബർഗർ ഉണ്ട് എന്ന് വെച്ചാൽ ഒരു ബ്രാൻഡ്. അത് കറക്റ്റാ. മാക്ഡൊണാൾഡ്സിലെ ബർഗർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ചോദിച്ചതിന്റെ ഉത്തരം ഇതല്ല. അപ്പൊ ഞാൻ അടി തരട്ടെ? പിzzയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ ആദ്യം ദുബായിൽ പോയിട്ടാണ് ആദ്യമായിട്ട് പിസ്സ കഴിക്കുന്നത്. എനിക്ക് 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് പിസ്സ ഇഷ്ടമല്ലായിരുന്നു. അന്നേരം എനിക്കിഷ്ടം KFC ആയിരുന്നു. പക്ഷേ പിന്നെ കഴിച്ച് എനിക്ക് പിസ്സ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജങ്ക് ഫുഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പിസ്സ പറയും. അടുത്തത്, എൻ്റെ ഫസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന്? ഫസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അന്നേരം എനിക്ക് ഉപമിക്കാൻ അറിയുമോന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് ഫ്രണ്ട് അരുണിമ. കറക്റ്റ് അരുണിമ. കാരണം ബാലവാടിയിൽ എനിക്ക് അരുണി എൻ്റെ റിലേറ്റീവും കൂടിയാണ്. അപ്പം എനിക്ക് ബാലവാടിയിൽ ഞാൻ അംഗനവാടിയിൽ പോകുന്ന സമയത്ത് അവിടെ എനിക്ക് അരുണിയും ഞാനും ഒരേ വയസ്സായതുകൊണ്ട് അവളും സെയിം അവളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ബാലവാടിയിലാണ് ഞാനും പോലെ. ബാലവാടി എന്ന് പറഞ്ഞാൽ മനസ്സിലാവൂ, അംഗനവാടി, പ്ലേ സ്കൂൾ. അപ്പോൾ അവളായിരുന്നു എൻ്റെ കൂട്ടുകാരി, ആദ്യത്തെ കൂട്ടുകാരി. ആ കൂട്ടുകാരി എനിക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ ആഴ്ചയും കൂടെ അവളെ കണ്ടേ ഉള്ളൂ.
ആ കൂട്ടുകാരി ഇപ്പോഴും എൻ്റെ ബെസ്റ്റ് കൂട്ടുകാരിയാണ്. എൻ്റെ ഏറ്റവും വലിയ ഫിയർ, എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു കാര്യം എന്നല്ല, ഫോബിയ ഉണ്ടാവില്ലേ, മുകളിലോട്ട് കയറാൻ ഉദ്ദേശിച്ചത് ഹൈറ്റ്. എനിക്ക് ഏറ്റവും പേടിയുള്ള കാര്യം ഹൈറ്റാ, ലൈക്ക് ഫോബിയ ഉള്ളത്, ഫിയർ ഓഫ് ഹൈറ്റാ എനിക്ക് നല്ല പോലെ ഉണ്ട് കേട്ടോ. ഭയങ്കര പേടിയാണ്. ഞാൻ വിചാരിച്ചത് എനിക്ക് വെള്ളം ആണ് കൂടുതൽ പേടിയെന്ന്, പക്ഷേ ഈ ഇടയ്ക്ക് ഞാൻ ആ സത്യം മനസ്സിലാക്കി, എനിക്ക് വെള്ളമല്ല പേടി, എനിക്ക് ഹൈറ്റാണ് പേടിയെന്ന്. ഓക്കെ, ഉത്തരം കറക്റ്റായി. അപ്പോൾ ഇതുവരെ 4 ക്വസ്റ്റ്യൻ ചോദിച്ചതിൽ 1 ക്വസ്റ്റ്യൻ മാത്രമേ തെറ്റിച്ചിട്ടുള്ളൂ. ഞാൻ ഫസ്റ്റ് ഗലേരിയ എൻ്റർടൈൻമെൻറ്റ്സിൽ പാടിയ കവിത അതെൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കൊണ്ട് മനസ്സിലാക്കിയതാണ്. അമ്മ തന്നെയാണ് ഞാൻ ആ ഗലേരിയ എൻ്റർടൈൻമെൻറ്റ്സിൽ പാടിയ എല്ലാ കവിതകളും ഇരുന്ന് കേട്ട് എനിക്ക് ലിറിക്സ് എഴുതി തന്ന് ഞാൻ പഠിച്ചത്. അപ്പം അമ്മ അത് മറക്കാൻ പാടില്ല. ഞാനല്ല അതിനുള്ള എഫേർട്ട് എടുക്കാറ്, അമ്മയാണ് എല്ലാം ഇരുന്ന് എനിക്ക് എഴുതി. പിന്നെ ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ, ഓർമ്മക്കുറവാന്ന് പറഞ്ഞേ പറ്റൂ. ഇത് എപ്പോഴായിരിക്കും, ഞാനൊരു 11th പഠിക്കുമ്പോഴാണ്. രേണുക ഞാൻ ഗലേരിയയിൽ പാടിയിട്ടുണ്ട്. ആ രേണുകയാണ് ഒരുപാട് പേര് കണ്ട്, എത്രയോ ലക്ഷം വ്യൂസ് ഒക്കെ പോയി. കുറേ പേർക്ക് എന്നെ, ഞാൻ സൂപ്പർ 4 വരുന്നതിന് മുന്നേ എന്നെ അറിയണത് രേണുക പാടിയ കുട്ടിയല്ലേ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് എന്നെ തിരിച്ചറിയാറുണ്ടായിരുന്നു. അപ്പം അതാണ് ഏറ്റവും കൂടുതൽ ഹിറ്റായി പോയൊരു കവിത. പക്ഷെ അതിന് മുന്നേ ഞാൻ 2 കവിതകൾ ചൊല്ലിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. രേണുകയ്ക്ക് മുന്നേ ഒരു കുട്ടി കവിത ചൊല്ലിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യത്തെ കവിത അമ്മ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാനത് കുറെ കോമ്പറ്റീഷന് പാടിയിട്ട് എനിക്ക് ഫസ്റ്റും കിട്ടിയിട്ടുണ്ട്. അല്ല, പച്ച ഡ്രസ്സൊന്നുമല്ല. പിന്നെ മുന്നിലേക്ക് മുടിയെല്ലാം മടഞ്ഞിട്ടിട്ട് ഒരു ചുവന്ന പട്ടുപാവാട, ചുരിദാറൊന്നും എനിക്കില്ല ചോപ്പ്. അപ്പം അത് ചോന്ന്, ഇത് മഞ്ഞ പാവാടിയും ചോന്ന ടോപ്പ് ഇട്ട് പാടിയത്. ഇത്രയും ക്ലൂ ഞാൻ കൊടുത്തു. ഇത് കൂടുതൽ ക്ലൂ ആയിട്ട് കൊടുക്കാൻ കഴിയില്ല. കവിതേന്റെ പേര് ലൗകികം. പക്ഷെ അതിന്റെ സ്റ്റാർട്ടിങ് എനിക്ക് മറന്നുപോയി. നമുക്ക് ഓർമ്മയുണ്ടോ ലിറിക്സ്? എന്നാ ഞാൻ വേണമെങ്കിൽ ചൊല്ലാം. ഓർമ്മയുണ്ടാ? ഇല്ല, എനിക്ക് ഓർമ്മയില്ല. ഞാൻ ആ പണ്ടത്തെ വീഡിയോ ഇതിനകത്ത് ഇടാം, അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. നീരിത് കഴിയുന്നില്ല എനിക്കു സ്നേഹിക്കുവാൻ, നേരിത് കഴിയുന്നില്ല എനിക്കു സ്നേഹിക്കുവാൻ, ഓമനേ നിന്നെ തൊട്ട വിരൽ പിൻവലിക്കട്ടെ, ഞാനിനി മറന്നാലും ഒരു നോട്ടത്താൽ 10,000 ചുറ്റമ്പല വിളക്കു കൊളുത്തിയതാണു ഞാൻ, ഒരിക്കലാ നിലവെമ്പാടും പക്ഷേ. ഞാൻ കുറേ കവിതകൾ അന്നേരം ഗലേരിയ എൻ്റർടൈൻമെൻറ്റ്സിൽ പാടിയിട്ടുണ്ട്. ആദ്യം പാടിയത് ലൗകികം, പിന്നെ മറ്റേ കുട്ടിയും തള്ളയും അല്ലേ, കുട്ടിയും തള്ളയും ഉണ്ട്, പിന്നെ രേണുക, പിന്നെ മറ്റേ ഓർക്കുക വല്ലപ്പോഴും, പിന്നെ വേറെയും പാടിയുണ്ടല്ലോ, എനിക്ക് ഓർമ്മയില്ല. കുറെ പാടിയുണ്ട് കേട്ടോ അന്നേരം. അങ്ങനെ ഒരു തവണ പാടിയാണ് സൗണ്ട് പോയി, പ്രാക്ടീസ് ചെയ്ത് സൗണ്ട് പോയി, സൗണ്ട് വോക്കൽ കോഡ് കൺജഷൻ വന്ന് ഫുൾ 1 മാസം സൗണ്ട് ഇല്ലാണ്ട്, കാറ്റ് മാത്രം. കവിത ചൊല്ലി പ്രാക്ടീസ് ചെയ്തിട്ട്, കവിത നമ്മൾ ഓപ്പൺ ത്രോട്ട് പാടുമല്ലോ, അങ്ങനെ പ്രാക്ടീസ് ഓവറായിട്ട്. ആ സമയത്ത് ഞാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യായിരുന്നു, പാട്ടാണെങ്കിലും പാട്ടും പ്രാക്ടീസ് ചെയ്യായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ കവിത ഒക്കെ ചൊല്ലാനും. ഇപ്പം കുറവാ, ഇപ്പം ഒന്നുമില്ല, ശരി ഉണ്ടാണ്ടിക്ക്. ഓക്കെ, അപ്പോൾ ഒരു പ്രാവശ്യം അങ്ങനെ ആരുടെ കവിതയായിരുന്നു നമ്മൾ? കുമാരനാശാൻ അല്ല, കുമാരനാശാൻ്റെ അല്ല, അയ്യോ, ഒരാളുടെ പ്രോഗ്രാമിന് പാടാൻ വേണ്ടിയിട്ട് കവിത പഠിച്ചിട്ട്, ഒരു മരണത്തിനെ ബേസ് ചെയ്തിട്ടൊരു കവിത പഠിച്ചില്ലേ, അതിലാണ് എൻ്റെ സൗണ്ട് പോയത്. അയ്യോ, ഇതാണ് സിനിമാ പാട്ടാ. എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഒരു കവിത പഠിച്ചിട്ടാണ് എൻ്റെ സൗണ്ട് അടഞ്ഞ് ഫുള്ള് വോക്കൽ കോഡൊക്കെ കൺജഷൻ വന്ന്.
ഇതൊന്നും ഓർമ്മയില്ല. കഞ്ചക്ഷൻ വന്ന ഓർമ്മയില്ലേ? അങ്ങനെ ഓർമ്മയുണ്ട്, കവിതയുടെ പേര് ഓർമ്മയില്ല. എന്നിട്ട് എന്താ പറയാ, എൻ്റെ വോയിസ് മറ്റു ഭയങ്കര ഇങ്ങനെ ഭയങ്കര ആണുങ്ങളുടെ ഒക്കെ ടൈപ്പ് ഓഫ് വോയിസ് ആയിട്ട് ആദ്യം തിരിച്ചു വന്നത്. മെല്ലെ 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 അത് എൻ്റെ നോർമൽ വോയിസിലോട്ട് വന്നത്. പക്ഷെ അന്ന് തൊട്ട് എനിക്ക് ഹൈ പിച്ച് പാട്ടുകൾ പാടാൻ പേടിയാണ്. ആ പേടി വന്ന് വന്ന് അങ്ങനെ പാടാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുകളായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോഴും ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഇതിന് ഉത്തരം അമ്മ പറഞ്ഞിട്ടില്ല അല്ലേ? അടി കൊടുക്കാൻ പറഞ്ഞേ. വേനയുണ്ടോ? നന്നായി, വേനെടുക്കണോ? എനിക്ക് ഇന്ത്യയിൽ ഇതിപ്പോൾ എൻ്റെ കറൻ്റ്ലി ഉള്ളൊരു ഇഷ്ടമാണ്. ഇന്ത്യയിൽ എനിക്ക് പോകാൻ ആഗ്രഹമുള്ളൊരു സ്ഥലമുണ്ട്. ഇപ്പം ഞാൻ ഈ റീസെൻ്റ്ലി അല്ല, കുറച്ച് നാളുകളായിട്ട് ഞാൻ ഈ സ്ഥലം പറഞ്ഞുകൊണ്ടുണ്ട്. എനിക്ക് അവിടെ പോകണം. ബാംഗ്ലൂർ അല്ല, ബാംഗ്ലൂർ ഞാൻ പറയുന്നത് എനിക്ക് മറ്റേ സ്ട്രീറ്റ് ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് സ്ഥലം കാണാൻ വേണ്ടി പോകണം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, കുറച്ച് നോർത്തിലോട്ടാ. ഇവിടെ അല്ല, സൗത്ത് അല്ല. ഇത്രയും ക്ലൂ ഞാൻ തന്നു, ഇനി തരൂല. വേഗം ആലോചിച്ചിട്ട് പറഞ്ഞു. സൗത്തിലല്ല, നോർത്തില്. എപ്പോഴും എന്ന് വെച്ചാൽ പണ്ട് മുതലേ പറയുന്നൊന്നല്ല, കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ അവിടെ പോയാൽ നല്ല രസമായിരിക്കും, കുറേ നല്ല ഭംഗിയുള്ള നല്ല സ്ഥലങ്ങളുണ്ട്, എസ്തെറ്റിക് സ്ഥലങ്ങൾ. അല്ല, കാശ്മീരൊന്നും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. പഞ്ചാബ് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ലേ? പഞ്ചാബ് ഞാൻ പോകുന്നതല്ല പറഞ്ഞത്, വേറെ നമുക്ക് അറിയണ ആരോ അങ്ങോട്ട് ട്രിപ്പ് പോകുന്നുണ്ടെന്ന് പറഞ്ഞതാ. പഞ്ചാബ് ഒന്നല്ല. ഇതിപ്പോ കൊറേ ഉത്തരം പറഞ്ഞു, ഇത് ഫൗള് കളി. ഇതിപ്പോ എല്ലാ നോർത്തിലുള്ള സ്ഥലവും പറഞ്ഞാ പോരെ? ഓൾറെഡി ബാംഗ്ലൂർ പറഞ്ഞു, കാശ്മീർ പറഞ്ഞു, പഞ്ചാബ് പറഞ്ഞു. ബാംഗ്ലൂർ ഞാൻ പറയാം. അതെന്തിനാ? സ്ഥലം കാണാൻ പോണെന്നല്ല പറയല്ലേ, നമുക്ക് ഷോപ്പിങ്ങിന് പോവാന്നാ പറയല്ലേ. ഞാൻ ബാർഗിൻ ചെയ്ത് മറ്റേ സ്ട്രീറ്റ് ഷോപ്പിംഗ് ചെയ്യാനേ. നമ്മൾ ഓൾറെഡി കുറെ സ്ഥലം നോർത്ത് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് നമ്മൾ കണ്ടിട്ടില്ല. പഞ്ചാബും നമ്മൾ പോയതാ, പക്ഷെ ഇത് നമ്മൾ പോവാത്ത സ്ഥലാ. പറ, കൊറേ സമയമായി, ഇത്ര സമയം കൊടുക്കാൻ പാടില്ല അല്ലേ? ഞാൻ പറയട്ടെ, രാജസ്ഥാൻ, ജയ്പൂര്. ജയ്പൂര് ഞാൻ കുറേ വീഡിയോസ് എല്ലാം കണ്ടിട്ട് ഭയങ്കര എസ്തെറ്റിക് ബിൽഡിങ്സും നല്ല, എപ്പോഴും ഞാൻ പറയാം അവിടെ പോകുമ്പം മറ്റേ മോഡേൺ വെയർ ഒന്നും എടുക്കാണ്ട് ഫുൾ കുറേ നല്ല നല്ല ചുരിദാറൊക്കെ മേടിച്ചിട്ട് അങ്ങനത്തെ വേഷമിട്ട്. ഒരു ഹാപ്പി ഫാമിലിൻ്റെ വ്ളോഗ് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞേന്. അത് അവർ കുറേ നാൾ മുന്നേ പോയതാ, അപ്പോഴേ ഞാൻ പറയുന്നുണ്ട്. പിന്നെ ഞാൻ കുറേ പേരെ അങ്ങനെ വീഡിയോസ് എല്ലാം കണ്ടിട്ട് ഞാൻ പറയലുണ്ടായിരുന്നു അവിടെ പോകണമെന്ന്. വീണ്ടും തെറ്റിച്ച്. ഓക്കെ, അമ്മ ഓർത്ത് വെച്ചാൽ ഞാൻ മറന്നുപോയി എത്ര എണ്ണം തെറ്റിച്ചു എന്ന്. ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ പാടുമ്പം ഒരു പാട്ടിൻ്റെ വരികൾ മറന്നുപോയിട്ടുണ്ട്. അതേതാ പാട്ട്? എനിക്കിപ്പോ പാട്ടിന്റെ ഫസ്റ്റ് ലൈൻ കിട്ടണ്ടേ? അബുദാബിയിൽ ഒരു പ്രോഗ്രാമിനാണ് നിന്നത്. അബുദാബിയിൽ ഒരു പ്രോഗ്രാമിന് നിന്നു. 2 തവണ ഞാൻ സ്റ്റേജിൽ ലിറിക്സ് മറന്നിട്ടുള്ളൂ. അതില് ആദ്യത്തത് അബുദാബി തന്നെയാ, രണ്ടാമത്തെ ദുബായ്. 2 കോമ്പറ്റീഷൻ ആയിരുന്നു. രണ്ടാമത് നിന്നത് ഫൈനലിലായിരുന്നു. അത് നല്ല അട്ടർ കോമഡി ആയിരുന്നു. ഇത് കുറച്ച് ഹൈപ്പിച്ചുള്ള പാട്ടായിരുന്നു നിന്നത്. അതെ പാട്ടിന്റെ വരി എനിക്ക് ഓർമ്മ വേണ്ടേ? അതിന്റെ വീഡിയോ ഇല്ല കാണിക്കാൻ. ഞാൻ ഒരു ഗോൾഡൻ ടോപ്പും നീല പാവാടി ഇട്ടാ പാടിയത്, ഓർക്കുന്നുണ്ടോ? രാമേന്ദ്ര മാഷ അല്ല, മറ്റേ ലയത്തില് രാജമാഷായിരുന്നു അന്നേരം ജഡ്ജായിട്ടുണ്ടായിരുന്നെ. ലിറിക്സ് മറന്നുപോയിണ്ടായിരുന്നു. എന്റെ ദൈവമേ, പറയണ്ടേ എന്നോട്? പിന്നെ ഇതെല്ലാം ഓർത്ത് വെച്ചിട്ട് ഉത്തരം ചോദിക്കാനാണോ? എല്ലാം ഞാൻ പറഞ്ഞു, പക്ഷെ പാട്ട് ഓർമ്മയില്ല. പാട്ട് ഓർമ്മ ഹൈ പിച്ചിന്റെ സമയത്ത് എനിക്ക് തൊണ്ടക്കന്ന് വയ്യ. ഇത്രയും പറഞ്ഞത് കൊണ്ട് ഞാൻ പറയാ, ആ പാട്ട് ഇന്ദുപുഷ്പമായിരുന്നു. അതിനകത്തെ അനുപല്ലവിയിലോ ചരണത്തിലോ എങ്ങാണ്ടാ ഞാൻ. അന്ന് സുഖമില്ലായിരുന്നു. അന്ന് കുറച്ച് തൊണ്ടക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. ഓക്കെ, വെൽ ഡൺ. അത്രയും പറഞ്ഞല്ലോ ഓർത്തെടുത്ത്, കുഴപ്പമില്ല. വെറുതെ വിട്ടു ഞാൻ. എനിക്ക് അവറോൺ സ്കൂളില് ആദ്യമായിട്ട് കിട്ടിയ ബെസ്റ്റ് ഫ്രണ്ട്, ആ പേര് അമ്മ ഒരിക്കലും മറക്കാൻ പാടില്ല. ഞാൻ ദുബായിൽ പോയിട്ട് എനിക്ക് അവിടെ ഞാൻ സ്കൂളിൽ ചേർന്നപ്പോൾ ആ സ്കൂളിൽ എനിക്ക് ഫസ്റ്റ് കിട്ടിയ ബെസ്റ്റ് ഫ്രണ്ട്. പക്ഷെ ആ ബെസ്റ്റ് ഫ്രണ്ട് അധിക കാലം എൻ്റെ കൂടെ ഉണ്ടായിട്ടില്ല. ഇത്രയും ക്ലൂ എനിക്ക് തരാൻ പറ്റുള്ളൂ.
ആ ഒരു വർഷം എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. എന്നെപ്പോലെ ആ വർഷം തന്നെ ജോയിൻ ചെയ്ത് ആ സ്കൂളിൽ. എന്നിട്ട് അടുത്ത വർഷം അവൾക്ക് നല്ല സ്കൂൾ എന്ന് വെച്ചാൽ ഇന്ത്യൻ സ്കൂളിൽ കിട്ടൽ ഭയങ്കര കറക്റ്റ്, മുസ്കാൻ എന്നാ കുട്ടിയുടെ പേര്. അപ്പോൾ ഞാൻ 7th ജോയിൻ ചെയ്തപ്പോൾ അവളും 7th അവറോണിൽ ജോയിൻ ചെയ്ത്. പിന്നെ 8th ആയപ്പോഴത്തേക്ക് അവൾക്ക് ഇന്ത്യൻ സ്കൂളിൽ സീറ്റ് കിട്ടി. ഇന്ത്യൻ സ്കൂളിൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇന്ത്യൻ സ്കൂളിൽ കിട്ടാൻ. അപ്പോൾ അവൾക്ക് അവിടെ കിട്ടിയപ്പോൾ അവൾ അങ്ങോട്ട് മാറി. അപ്പോൾ ആ ഒരു വർഷമേ അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ആ വർഷം ആ കുട്ടി ഹിന്ദിക്കാരിയാണ്. അപ്പോൾ എനിക്ക് ഹിന്ദി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ദുബായി പോയപ്പോൾ ഞാൻ 100 തവണ പറഞ്ഞു എനിക്ക് മലയാളം മതി സെക്കൻഡ് ലാംഗ്വേജ്. പക്ഷെ ഇവരെന്നെ സമ്മതിച്ചില്ല. നിനക്ക് ഓൾറെഡി മലയാളം അറിയുന്നില്ലേ, ഹിന്ദി എടുത്താൽ മതി. അവിടെ ഹിന്ദി ഭയങ്കര പാടാട്ടോ പഠിക്കാൻ, മലയാളം കുറച്ചുകൂടെ ഈസിയാണ്. അപ്പോൾ ഹിന്ദി എടുത്ത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ക്ലാസ്സിൽ. അപ്പോൾ മുസ്കാനാണ്, കാരണം ഹിന്ദി ടീച്ചർ ഹിന്ദി തന്നെ എക്സ്പ്ലെയിനും ചെയ്യുക. അപ്പം ഞാൻ ഈ നാട്ടിൽ നിന്ന് പോയിട്ട് എനിക്ക് ഹിന്ദി നാട്ടിൽ പഠിപ്പിക്കുമ്പം ടീച്ചേഴ്സ് ഹിന്ദി മലയാളത്തിലാണല്ലോ എക്സ്പ്ലെയിൻ ചെയ്ത് തരിക. അപ്പം നമുക്ക് കുറച്ചുകൂടെ എളുപ്പമുണ്ട്. ഇതുവരെ ഹിന്ദി തന്നെ പറയുമ്പോഴേ ഞാനിങ്ങനെ വായം പൊടച്ചിരിക്കും, എനിക്കൊന്നും മനസ്സിലാവില്ല. അപ്പം മുസ്കാൻ്റെ വീട്ടിൽ ഞാൻ ഹിന്ദി പഠിക്കാൻ അവൾ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ അവളുടെ വീട്ടിൽ പോകാറുണ്ടായിരുന്നു. അപ്പം എന്നിട്ട് എനിക്ക് അവളുടെ അമ്മ പറാത്ത, മറ്റേ ആലു പറാത്തയും പിക്കിളും തൈരൊക്കെ, അവർ വെജിറ്റേറിയൻസുമാണ്. അപ്പോൾ അതൊക്കെ തരും. അവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ ആലു പറാത്തയൊക്കെ കഴിക്കുന്നത്. എന്നിട്ട് ഈ അമ്മേൻ്റെ അടുത്ത് വീട്ടിൽ വന്ന് പറഞ്ഞാൽ അമ്മ എനിക്ക് ഉണ്ടാക്കി തരാൻ തുടങ്ങി. നല്ല 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 കുട്ടിയായിരുന്നു. പക്ഷെ ഇപ്പം ആ കുട്ടി എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ഈ ഇടയ്ക്ക് കുറച്ച് നാൾ മുന്നേ ഇൻസ്റ്റയിലൊക്കെ തപ്പി നോക്കി, പക്ഷെ എവിടെയും കാണുന്നില്ല. പിന്നെ ആ ഹിന്ദിക്കാരി കുട്ടി എൻ്റെ മലയാളം വീഡിയോ കാണാൻ പോലെ. എൻ്റെ ആദ്യത്തെ മ്യൂസിക് ടീച്ചറിൻ്റെ പേര്, ആദ്യത്തെ മ്യൂസിക് ടീച്ചർ ലയത്തിലെ ടീച്ചറാണ്. ലയത്തിലെ ടീച്ചർ തന്നെ, ലയം കലാക്ഷേത്ര. അവിടെ ഞാൻ ആദ്യമായിട്ട് 6 വയസ്സിൽ. അല്ലെങ്കിൽ മറ്റേ ടീച്ചറെ പേര് ടീച്ചറാണ്, മാഷല്ല, രാജമാഷല്ല എന്നെ ആദ്യം പഠിപ്പിച്ചത്. ടീച്ചറാണെന്ന് എനിക്കറിയാം. പേര് നല്ലൊരു ഭംഗിയുള്ള മെലിഞ്ഞിട്ട് വെളുത്ത് സുന്ദരി ഒരു ടീച്ചർ. പേര് ഓർമ്മയില്ല. പേര് പറയണോ? പേരാണ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ ഗുരുവിന്റെ പേര് ഓർമ്മയില്ലേ മോളെ? ഓർമ്മയുണ്ടായിരുന്നു. ഇപ്പം ടീച്ചറായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അമ്മ ഫ്രെയിമിൽ നിന്ന് ഔട്ടാവും. ഇങ്ങോട്ടേക്ക് ഓക്കെ. ടീച്ചർ ബിന്ദു ടീച്ചറല്ല, ബിന്ദു ടീച്ചർ പിന്നെ പഠിപ്പിച്ചതാ. പിന്നെ ഓർമ്മക്കുറവിന്റെ ആദ്യ ലക്ഷണം പേര് മറന്നു പോലെ. നീ ചോദിക്കുമ്പോ എനിക്ക് ഓർമ്മക്കുറവരുത്. എനിക്ക് ആ ടീച്ചറെ വീടൊക്കെ അറിയോ? അന്നൂരല്ലേ? അതൊന്നും എനിക്കറിയില്ല കേട്ടോ, വീടൊന്നും എനിക്കറിയില്ല. പേര് പറഞ്ഞോ? ലീന ടീച്ചർ. ലീന ടീച്ചറാണ് എന്നെ ആദ്യമായിട്ട് പാട്ട് പഠിപ്പിക്കുന്നത്. ഒന്നും ഓർമ്മയുണ്ടോ? ഓക്കെ, ഇത് കുറച്ച് ഫണ്ണി ക്വസ്റ്റ്യൻ. എനിക്ക് ചെറുപ്പത്തിൽ ആഗ്രഹം, വലുതായിട്ട് ഇന്നതാവണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു കാര്യം. അതെന്തായിരുന്നു? ഡോക്ടർ ആവണമെന്ന്. ഡോക്ടർ ആവണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. ഡോക്ടർ ആവണമെന്ന് ഞാൻ ചെറുപ്പത്തിൽ പറഞ്ഞിട്ടില്ല. അതെല്ലാ പിള്ളേരും പറയുന്ന പോലെ ഞാൻ എല്ലാ പിള്ളേരും പോലെ അല്ലായിരുന്നു. ഞാൻ വേറെ തന്നെയാ പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് വലുതായിട്ട് എനിക്കൊന്ന് ഞാനൊരു 3ാം ക്ലാസ് 4ാം ക്ലാസ് ഒക്കെ എത്തിയപ്പോഴാണ് ആ ഒരു പെർട്ടിക്കുലർ സാധനം പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന് മുന്നേ വരെ വേറെ ആയിരുന്നു. പക്ഷെ കൂടുതലും ഞാൻ പറഞ്ഞേക്കുന്നത് ഇന്നതാവണം എന്നാ. അതെന്റെ അയൽവക്കത്തെ കൂടെ പോലും പോയിട്ടില്ല. അതാണ് സത്യം. അതാണ് സത്യം. അപ്പൊ അതുകൊണ്ട് അമ്മ ഓർത്തിരിക്കേണ്ടതാണ്, അമ്മക്കത് ഓർമ്മ ഉണ്ടാവേണ്ടതാണ്. കാരണം അന്നേരം എനിക്ക് അത് ഭയങ്കര ഇഷ്ടമുള്ളതായിരുന്നു. പിന്നെ അതിനോട് ഞാൻ 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ വെറുതെ ചുമ്മാ പറയായിരുന്നു എനിക്ക് സയൻറ്റിസ്റ്റ് ആവണമെന്ന്. പക്ഷെ അത് എല്ലാ പിള്ളേരും പറയുന്ന പോലെ. പക്ഷെ അതല്ല, ഞാൻ ഒരു പെർട്ടിക്കുലർ ഇങ്ങനെ ഒരു വെച്ചാൽ ആ സമയത്ത് അതൊക്കെ പറയുന്നത് കുറച്ച് എന്താ പറയാ, ഓ ഇവള് ഇത്രക്ക് അങ്ങനെയുള്ളൊരു ഇതുണ്ടായിരുന്നു. അതെന്തായിരുന്നു? അത് അമ്മ മറന്നുപോയോ? ഞാൻ മറക്കാൻ പാടില്ലല്ലോ. ഇല്ല, കാരണം അമ്മക്കത് ഓർത്ത് വെക്കാൻ എളുപ്പമുള്ളൊരു സാധനമാണ്. അറിയില്ല? പറയട്ടെ. ഞാൻ പണ്ട് ഒരു 3ാം ക്ലാസ് 4ാം ക്ലാസ് സമയം മുതലേ ഞാൻ പറയായിരുന്നു എനിക്ക് മാത്സ് പ്രൊഫസർ ആവണം എന്ന്. അല്ലേ?
അമ്മ ഓർത്ത് വെക്ക സംഭവം ആ അതാ ഞാൻ പറഞ്ഞ അതിന്റെ അയൽവക്കത്തെ കൂടെ പോലും ഞാൻ പോയിട്ട്. പക്ഷെ ഞാൻ ഒരു എനിക്കൊന്ന് ഞാൻ ദുബായി പോയതിനു ശേഷം മാത്സ് വെറുത്തു തുടങ്ങി. അതുവരെ ഞാൻ മാത്സിൽ നല്ലതായിരുന്നു. പിന്നെ അമ്മയ്ക്ക് ഓർമ്മയുണ്ടാവെന്ന് പറഞ്ഞാൽ അമ്മ BSc മാത്സാ. അപ്പൊ പിന്നെ അമ്മക്ക് അത് ഓർമ്മ വേണമല്ലോ, അമ്മ തന്നെ എന്നെ മാത്സ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ കറക്റ്റ് പറയായിരുന്നു മാത്സ് പ്രൊഫസർ ആവണം, കോളേജിൽ പഠിപ്പിക്കണം എന്ന് അങ്ങനെ തന്നെ പറയായിരുന്നു. അതാ ഞാൻ പറഞ്ഞത് അത് ഓർമ്മയുണ്ടാവണം എന്ന്. അടിക്കാൻ പറഞ്ഞു മാത്സ് പ്രൊഫസർ. ഇപ്പൊ എന്നോട് ട്രിഗ്നോമെട്രി എന്താ മറ്റേ ഞാൻ 11th 12th മാത്സ് എടുത്തിട്ടില്ല കേട്ടോ, ഞാൻ വെറുത്തു പോയി മാത്സ്. എന്നെ മാത്സ് പഠിപ്പിച്ച ടീച്ചറിനെ എനിക്ക് ഓർമ്മയുണ്ട് 10th ക്ലാസ്സിൽ, അശ്വിനി പവിത്ര. മാത്സ് ടീച്ചർക്ക് നല്ല ഇഷ്ടമാണ്. ടീച്ചർക്ക് എന്നെ നല്ല ഇഷ്ടമായിരുന്നു. പക്ഷേ അല്ല എനിക്ക് ടീച്ചറോടും അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് മാത്സിനോട് എന്തോ ഇഷ്ടമായിരുന്നു. പക്ഷെ പിന്നെ ആ ഇഷ്ടം പോയി, ആണ് പ്രശ്നം. ഓക്കെ, സ്കൂൾ മാറിയതോടെ അത് പോയി. നാട്ടിലെ സ്കൂളിൽ ഞാൻ പറയായിരുന്നെങ്കിൽ, ഞാൻ നാട്ടിൽ തന്നെയാ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ വലിയ ലെവലിലെത്തിയേനെ. എന്നെ ദുബായി കൊണ്ടുപോയപ്പം ഞാൻ കുറച്ച് ഡിപ്രഷനായിപ്പോയി അല്ലേ. എന്നുവെച്ചാൽ എനിക്ക് പെട്ടെന്നുള്ള ഷിഫ്റ്റ്, അന്നേരം ഞാൻ ചെറുതാണല്ലോ, ഞാൻ 6ാം ക്ലാസ് വരെ നാട്ടിൽ പഠിച്ച് 7ാം ക്ലാസ്സിലാണ് അവിടെ പോകുന്നത്. അതും എന്നെ അവിടെ പഠിപ്പിക്കാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടല്ല കൊണ്ടുപോയത്, വെക്കേഷന് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട്. ഏപ്രിൽ നമ്മൾ വെക്കേഷൻ എപ്പോഴും പോകാറുണ്ട്. അപ്പം അതുപോലെ ഏപ്രിലിൽ വെക്കേഷന് പോയി. അവിടെ ഏപ്രിലാണ് പുതിയ ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ വെക്കേഷന് കൊണ്ടുപോയിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുവന്നു. അപ്പം ഞാൻ ആകെ ട്രോമയായിപ്പോയി. ഈശ്വര, ഞാൻ എന്നിട്ട് എത്രയോ നാൾ കരഞ്ഞോണ്ടാ സ്കൂൾ ബസ് കയറാറ്, ചെറിയ പിള്ളേർ സ്കൂളിൽ പോകുന്ന പോലെ. എനിക്ക് ഒട്ടും അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ കുറേ നാൾ ഫുള്ള് ഡിപ്രഷൻ പോലെയായിരുന്നു. കരച്ചിലും നാട്ടിൽ പോകണമെന്ന് പറയലും. പിന്നെ നാട്ടിൽ വന്നാൽ വെക്കേഷന് വന്നാൽ എനിക്കൊന്നും ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് വരെ ഒന്നും ഞാൻ തിരിച്ചു വരാൻ കൂട്ടാക്കൂല, കരഞ്ഞ് ബഹളം വെച്ചിട്ടൊക്കെയാണ് വരിക. ഒരിക്കൽ എയർപോർട്ടിൽ നിന്ന് കുറച്ച് സീനായിട്ടുണ്ട്. ഇവരെന്നെ ഒറ്റയ്ക്ക് വിട്ടു. എന്നുവെച്ചാൽ ഒരു വെക്കേഷന് ഞാൻ ഒറ്റയ്ക്ക് വന്നു. എന്നിട്ട് തിരിച്ചു പോകുമ്പം എൻ്റെ അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫും മോനും പിന്നെ അവരുടെ ഒരു റിലേറ്റീവ് അങ്കിളും. അപ്പം ഇവർ തിരിച്ചു പോകുമ്പോൾ ഇവരുടെ കൂടെയാണ് എന്നെയും വിടുന്നത്. എന്നിട്ട് എയർപോർട്ടിൽ നിന്ന് ഞാനാണെങ്കിൽ ഫുള്ള് കരഞ്ഞ് എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ, അച്ഛനും അമ്മമ്മയും എന്നെ അവരെ വീട്ടിൽ കൊണ്ടാക്കി. ഫുള്ള് കരഞ്ഞ് എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ ചോന്ന് മറ്റേ ചെറിയൊക്കെ പോലെ ഇരിക്കുക കേട്ടോ, ഫുള്ള് മുഖമൊക്കെ ചോന്നിരിക്കുക കരഞ്ഞിട്ട്. അപ്പം എയർപോർട്ടിൽ നിന്ന് നമ്മൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് പോവുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മളെന്തോ എമിഗ്രേഷനിൽ എവിടെയായിരുന്നു കൊടുത്തപ്പോൾ, പാസ്പോർട്ട് കൊടുത്തപ്പോൾ കുട്ടീനെ നോക്കുമ്പോൾ കുട്ടി ഭയങ്കരമായിട്ട് കരഞ്ഞ് ഇങ്ങനെ ഒരാൾ പിടിച്ചുകൊണ്ട് പോകുന്ന പോലെയൊക്കെ ഇരിക്കുന്നത്. അപ്പം അഡ്രസ്സൊക്കെ നോക്കുമ്പം ഇവരുടെയൊക്കെ അഡ്രസ്സ് വേറെ സ്ഥലവും ഞാൻ മാത്രം കണ്ണൂരും. അപ്പോൾ അവർക്ക് സസ് അടിച്ചു. എന്നിട്ട് അവരിങ്ങനെ അവരോട് പറഞ്ഞു, ഈ കുട്ടി നിങ്ങളുടെ കൂടെ തന്നെ ഉള്ളതാണോ എന്നൊക്കെ ചോദിച്ചു. ശരിക്കും ഞാൻ കരയുവാണല്ലോ ചെയ്യുന്നത്. എന്നിട്ട് ലാസ്റ്റ് എൻ്റെ അച്ഛൻ വിളിക്കേണ്ടി വന്നു, അച്ഛനൊരു ലെറ്റർ അയക്കേണ്ടി വന്നു. ഇങ്ങനെ അങ്ങനെ എന്തൊക്കെയോ സംഭവം ഉണ്ടായി, ഞാൻ വലിച്ചു നീട്ടുന്നില്ല. അപ്പം അങ്ങനെ ഭയങ്കര ഡിപ്രസ്ഡ് ആയിപ്പോയി ഞാൻ ദുബായി പോയിട്ട്. അപ്പം എൻ്റെ പഠിത്തമൊക്കെ ഭയങ്കര താന്നുപോയി. അല്ലെങ്കിൽ ഞാൻ എവിടെ എത്തിപ്പോയേനെ നാട്ടിലായിരുന്നെങ്കിൽ അല്ലേ. ഞാൻ അത് ഇടയ്ക്കിടയ്ക്ക് പറയലുണ്ട്, നിങ്ങൾ എൻ്റെ നാട്ടിൽ തന്നെ 12 വരെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പം, കാരണം ഞാൻ നല്ല പഠിക്കുന്ന കുട്ടിയായിരുന്നു. പിന്നെ ഞാൻ അവിടെ പോയി അങ്ങനെയൊക്കെ കുറച്ച് പഠിത്തമൊക്കെ ഉഴപ്പിന്ന് പറയാൻ പറ്റില്ല, ആ മുകളിലത്തെ ലെവലിൽ നിന്ന് കുറച്ച് താഴേക്ക് വന്നു, ഒരു മിഡ്. അപ്പം അങ്ങനെ ഒരുപാട് താഴ്ന്നു പോയില്ല, ഒരു ഇത്ര പോലെ വന്ന്. അപ്പം അങ്ങനെ ഞാൻ ചെമ്പൈ സംഗീത ഉത്സവത്തിൽ പാടിയിട്ടുണ്ട്. അതിൽ പാടിയ കീർത്തനം ഏതാന്ന്? എന്റെ കുഞ്ഞ്, നീ ഇതെല്ലാം നേരത്തെ പറഞ്ഞു, പാട്ടിനെ കുറിച്ച് കൂടുതൽ ചോദിക്കും. അതിപ്പോ എനിക്ക് പറയാൻ പറ്റും, അമ്മ എല്ലാം ആലോചിച്ച് വെച്ചാല് ഫണ്ണില്ലല്ലോ അതില്. ഞാൻ പണ്ടെപ്പോഴും പാടുന്ന കീർത്തനായിരുന്നു. അമ്മ എനിക്ക് പാട്ട് ക്ലാസ് വീട്ടിൽ സാറ് വന്ന് പഠിപ്പിക്കുക. അപ്പൊ ഒറ്റയ്ക്കാ ക്ലാസ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് മറന്നു പോകുമ്പോൾ അമ്മയോട് ചോദിച്ചാൽ അമ്മ എനിക്ക് ട്യൂൺ പറഞ്ഞു തരും. കാരണം അമ്മ ഇതെല്ലാം ഇരുന്ന് കേൾക്കുന്നുണ്ടാവുമല്ലോ, ഞാൻ എന്നെ പഠിപ്പിക്കുന്നല്ലോ. അപ്പൊ അമ്മയ്ക്ക് അങ്ങനെ ട്യൂണൊക്കെ ഓർമ്മ വരും. അപ്പൊ ഞാൻ വെച്ച് ഈ ക്വസ്റ്റ്യനൊക്കെ അമ്മക്ക് ഓർമ്മ. വെൽ ഡൺ, സന്താന ഗോപാലകൃഷ്ണൻ. അതാ ഞാൻ പാടിയത്. അതിന്റെ വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാട്ടോ. ക്വസ്റ്റ്യൻ തീർന്നാ? ഇല്ല, സമാധാനമായിട്ടില്ല. എന്റെ ഷൂ സൈസ് എത്രയാ? ദൈവമേ,
അതെല്ലാം അറിയേ. എൻ്റെ കാല് വലിയ കാലാണ്, അമ്മേൻ്റെയും കാല് വലിയ കാലാണ്. അപ്പം സെയിം പാരമ്പര്യം. 8ഒന്നുമില്ല, അത്ര വലിയ കാലല്ല. 7 എൻ്റെ ഷൂ സൈസ്. ഞാനൊരു ചാറ്റ് പേഴ്സൺ ആണോ കോൾ പേഴ്സൺ ആണോ? എനിക്ക് ചാറ്റ് ചെയ്യാൻ പറയണ്ട, ഫുൾ ടൈം അതിൻ്റെ ഉള്ളിൽ തന്നെയാ. ഫുൾ ടൈം ഫോണിൻ്റെ ഉള്ളിൽ. ഓക്കെ, എനിക്ക് ഏറ്റവും കൂടുതൽ അടികൂടുന്ന സംഭവമാണ് ഫുൾ ടൈം. അതല്ല എന്തിനാ ഇവിടെ പറയുന്നത്? ഓക്കെ, ഞാൻ എന്നുവെച്ചാൽ ഞാൻ മൊബൈൽ നോക്കിയിരിക്കും. എനിക്ക് എനിക്കുള്ളൊരു വൃത്തികെട്ട സ്വഭാവം എന്താ അറിയോ? ആരെങ്കിലും ഫോൺ വിളിച്ചാൽ ഞാൻ കണ്ടാലും എടുക്കൂല. അവര് കേൾക്കണ്ട എല്ലാരും. അത് ശരിയാ. അതെനിക്ക് ഞാൻ ചില സമയത്ത് മിക്കപ്പോഴും ഞാൻ എൻ്റെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ വിളിച്ചാൽ ഞാൻ എടുക്കും. ചിലപ്പോൾ എന്തെങ്കിലും ലൈക്ക് പ്രമോഷൻ്റെ വർക്കായിരിക്കും, ഇങ്ങനെ നമ്പർ വരുമ്പോഴൊന്നും ഞാൻ എടുക്കൂല. എനിക്ക് എനിക്ക് വിളിച്ച് സംസാരിക്കാൻ ഇഷ്ടമല്ല. അതിപ്പോൾ എൻ്റെ റിലേറ്റീവ് ആണെങ്കിലും ആരാണെങ്കിലും എനിക്ക് ഫോണിൽ കൂടെ സംസാരിക്കാൻ ഇഷ്ടമല്ല. എനിക്ക് ചാറ്റ് ചെയ്യാനാണ് ഇഷ്ടം. ഞാൻ മെസ്സേജ് അയക്കാനാണ് ഇഷ്ടം. അതാണ് എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ. ഞാൻ ചില സമയത്ത് ഇപ്പം ഇവിടെ ഫോൺ ഉണ്ടല്ലോ, ഇപ്പം ഇവിടെ കോള് വന്നാലും ഞാൻ ചിലപ്പോൾ എടുക്കൂല, തിരിച്ച് കോൺടാക്ട് ചെയ്യും. തിരിച്ച് ഞാൻ മെസ്സേജ് അയക്കും. കോള് കട്ടായി ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നോ, എന്താ സംഭവം, അങ്ങനെ ഞാൻ മെസ്സേജ് അയക്കും. പക്ഷെ എൻ്റെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഒന്നും വിളിച്ച് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. കാരണം എനിക്ക് അവരോടൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ ഇഷ്ടമാണ്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത്. പക്ഷെ ഇപ്പം അത്ര ക്ലോസ് അല്ലാത്ത ഫ്രണ്ട്സോ ആരാണെങ്കിലും, ആര് വിളിച്ചാലും, അമ്മയൊക്കെ വിളിച്ചാൽ എടുക്കും. അല്ലാണ്ട് ആര് വിളിച്ചാലും കൂടുതൽ സംസാരിക്കുമെന്ന് നമുക്കറിയാലോ, തോന്നുമല്ലോ. ഇതെടുത്താൽ കുറേ നേരം സംസാരിച്ചിരിക്കേണ്ടി വരും എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ എടുക്കില്ല. എസ്പെഷ്യലി അങ്ങനെയുള്ള കോൾസ് ഞാൻ എടുക്കില്ല. പിന്നെ എനിക്ക് ചില സമയത്ത് ഇത് പറ്റുന്ന വെച്ചാൽ ചില പ്രൊമോഷൻ കോൾസൊക്കെ ഇതുപോലെ എടുക്കാണ്ടിരിക്കുമ്പം എനിക്ക് അധികം പ്രൊമോഷൻസ് ഇങ്ങനെ കയ്യിൽ നിന്ന് ഇടറി പോകാറുണ്ട്. പക്ഷേ ഇടയ്ക്ക് ഞാൻ അമ്മയ്ക്ക് കൊണ്ടുകൊടുക്കും എടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സീസൺ ഉണ്ട്. അതേതാ? തണുപ്പ്. അല്ല അമ്മേ, തണുപ്പ് എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ അതിനേക്കാൾ ഇഷ്ടമല്ലാത്തൊരു സീസൺ ഉണ്ട്. നമ്മുടെ നാട്ടിൽ പറയത്തക്ക തണുപ്പും ചൂടുമാണ് പിന്നെ കൂടുതലുള്ളത്. മഴക്കാലത്തിന് എന്തിനു വെറുതെ? എനിക്ക് മഴക്കാലം എനിക്ക് മഴ നനയാൻ ഇഷ്ടമല്ല. പിന്നെ മഴയത്ത് കളിക്കാൻ ഇഷ്ടമല്ല. എനിക്ക് മഴ വീട്ടിൻ്റെ ഉള്ളിലിരുന്ന് കാണാൻ ഇഷ്ടം. പക്ഷെ മഴ വരുമ്പോൾ ഭയങ്കര മൂകതയാ അല്ലേ? എനിക്കത് വലിയ ഇഷ്ടമല്ല. വീട്ടിൽ ഇടി മിന്നൽ കാണാൻ എനിക്കിഷ്ടമാണ്. അതും പുറത്തിറങ്ങി കാണാൻ ഇഷ്ടമല്ല, വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്ന് ഇങ്ങനെ കാണാനും ഇടീൻ്റെ സൗണ്ട് കേൾക്കാൻ എനിക്കിഷ്ടമാണ്. മഴ എനിക്ക് ഇഷ്ടമല്ല എന്നല്ല ഉദ്ദേശിച്ചത്. എന്നുവെച്ചാൽ മഴക്കാലത്ത് പുറത്തിറങ്ങുമ്പോൾ ഫുള്ള് ചളിയാവും. അതുകൊണ്ട് എനിക്ക് മഴക്കാലം ഇഷ്ടമല്ല. പിന്നെ മഴയത്ത് കളിക്കാനും അങ്ങനെയൊന്നും എനിക്കിഷ്ടമല്ല. മഴ വേണം, അല്ലെങ്കിൽ നമുക്ക് വെള്ളം കിട്ടില്ലല്ലോ. മഴ വേണം, എനിക്ക് ഇഷ്ടമല്ല. പിന്നെ എനിക്ക് ഇഷ്ടമല്ലാത്തത് തണുപ്പാണ്. എനിക്കിഷ്ടം സമ്മറാണ്. കാരണം എനിക്ക് എത്ര ചൂടും ഞാൻ സഹിച്ച് നിൽക്കും. തണുപ്പ് എനിക്ക് സഹിച്ച് നിൽക്കാൻ പറ്റില്ല. തണുപ്പ് ഇത്തിരി നേരം AC ഇട്ടാൽ ഞാൻ ഓഫ് ചെയ്യും. അത്രേ എനിക്ക് പറ്റുള്ളൂ. അപ്പം തണുപ്പ് രാജ്യത്ത് വരെ എന്ത് ചെയ്യുക? അതൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. ഒന്നാമത് തണുപ്പ് തുടങ്ങിയാലേ, ഇപ്പോൾ ദുബായിലൊക്കെ തണുപ്പ് ഉണ്ടാകുമ്പം നമ്മളെ നാട്ടിലെ പോലെയല്ല, അത്യാവശ്യം തണുപ്പുണ്ടല്ലോ. അപ്പം ഫുൾ ടൈം ഇങ്ങനെ കമ്പിളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കാം, ഭയങ്കര ലേസിയാവും തണുപ്പ് കാലത്ത്. എന്നോട് ആദ്യമായിട്ട് ഒരാൾ I love you പറഞ്ഞത് ഏത് ക്ലാസ്സിലാണ്? അതമ്മ മറക്കൂല. അത് 7ാം ക്ലാസ്സിൽ. 7ലും 8ലും ഞാൻ ദുബായിലാണ്. ഞാൻ ഗേൾസ് ഓൺലിയിലാണ് പഠിക്കുന്നത്. പിന്നെ ആരാ എൻ്റെ അടുത്ത് I love you പറയാനാ? ഞാൻ ട്യൂഷനും പോയിട്ടില്ല ആ സമയത്തൊന്നും. പിന്നെ എനിക്ക് ഒരു ബോയ്സുമായിട്ട് അന്നേരം കണക്ഷൻ ഇല്ല. ആരെന്നോട് പറയും? തെറ്റുത്തരം. അൽഫോൺസ് പഠിക്കുമ്പോഴാണ്, 6ാം ക്ലാസ് പഠിക്കുമ്പോൾ. അമ്മ അത് മറന്നുപോയോ? അപ്പം അത് ഉത്തരം തെറ്റിച്ചു. ഇനി ക്വസ്റ്റ്യൻ ഇല്ല. അതായിരുന്നു തോന്നുന്നു ലാസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിയത്. ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അപ്പം ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇന്നത്തെ സെഗ്മെന്റ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഇതുപോലത്തെ ഫൺ സെഗ്മെന്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്താ, എനിക്ക് ഫണ്ണായിരുന്നു, നിങ്ങൾക്കും ഫണ്ണായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ? ലൈക്ക്, ഷെയർ, കമൻറ്റ്.
മെയിൻ സാധനം മറന്നുപോയി. സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം. കുറേ ആൾ സബ്സ്ക്രൈബ് ചെയ്യണ്ട കാണുന്ന അമ്മേ. എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതൊക്കെ എനിക്ക് കാണാൻ പറ്റും. മറ്റേ സബ്സ്ക്രൈബേഴ്സ് എത്ര പേര് കാണുന്നു, നോൺ സബ്സ്ക്രൈബേഴ്സ് എത്ര പേര് കാണുന്നു. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് എന്തത്ര വലിയ പ്രശ്നമല്ലേ? ജസ്റ്റ് ഒരു ഫ്യൂ സെക്കൻഡ്സിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. എൻ്റെ പ്രൊഫൈൽ തുറക്കുക, സബ്സ്ക്രൈബ് നിൽക്കുക, ബെൽ ബട്ടണും ഞെക്കുക, എന്നിട്ട് ഓളാക്കി വെക്കുക കേട്ടോ. അപ്പം ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെന്താ പറയുക, ഇതുപോലെയുള്ള എന്തെങ്കിലും വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. വേഗം കമൻറ്റ് ചെയ്യണം കേട്ടോ. അമ്മയായിട്ടുള്ള വീഡിയോസ് ഇനി എനിക്ക് തോന്നുന്നു കുറേ നാളൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം പഠിക്കാൻ പോകുന്നല്ലേ, റിവീൽ ചെയ്യല്ലേ? ഞാൻ ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. അയ്യോ ഓക്കെ, ഞാൻ പഠിക്കാൻ പോകുന്നുണ്ട്, പക്ഷെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ. അത് അത് എല്ലാം ഓക്കെ ആയാൽ ഞാൻ പറയാം എങ്ങോട്ടാണ്, എന്താണ് ചെയ്യാൻ പോകുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാം ഓക്കെ ആയിട്ടാകുമ്പോൾ പറയാം. ഇപ്പോൾ ഒന്നും പറയുന്നില്ല, കാരണം നമുക്കറിയില്ലല്ലോ, കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഏതിലെങ്കിലും ഒന്നിൽ ഫെയിലായി പോയാലോ. അപ്പോൾ കറൻ്റ്ലി ഇപ്പം അങ്ങനെ പഠിക്കാൻ പുറത്തേക്ക് പോവാണ്. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് പറയൂ കേട്ടോ. അപ്പം പെട്ടെന്ന് ഞാൻ ഇങ്ങനത്തെ വീഡിയോസൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻ ഉണ്ടെങ്കിൽ ചെയ്യാം. ഇനി പഠിക്കാൻ പോയില്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ കാണും. അപ്പോൾ ജോലിക്ക് പോകുന്നില്ല, ജോലിക്ക് പോകണം. എന്നാലും എന്താ, അത് നടന്നില്ലെങ്കിൽ പിന്നെ അത്ര പ്രശ്നമില്ലല്ലോ വീഡിയോസൊക്കെ ചെയ്യാനും. നമുക്ക് വേണമെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റുന്നല്ലേ ഉള്ളൂ ജോലിക്കെല്ലാം പോകുമ്പോൾ. സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് ഗൈസ്, സബ്സ്ക്രൈബ്. എന്താ ഇങ്ങനെ സപ്പോർട്ട് കരോ. ഓക്കെ, അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടൻ വരുന്നതായിരിക്കും. ബൈ ബൈ, ടാറ്റ പറ. ടാറ്റ. ഓക്കെ ബൈ. ഇത് റെക്കോർഡായിട്ടില്ലെങ്കിൽ കോമഡിയാവും. ഞാനും അമ്മയും മാത്രമേ ഇടുള്ളൂ. നമ്മളെ വീഡിയോ കഴിഞ്ഞ് അവരണ്ട് കണ്ടല്ല. അതെ, ദൈവമേ.